ഹായ് ഗൈസ്, ഞാൻ ക്ലാസ്സിലെ പിള്ളേർക്ക് മുട്ടായിക്ക് കൊടുത്തു. ഇനി ടീച്ചേഴ്സിനാണിത്. നിങ്ങൾക്ക് എന്തായി തന്നെ? ഹായ് ഗൈസ്, കാര്യമൊക്കെ തന്നില്ലേ? നാളെയാണ് ബർത്ത്ഡേ. എല്ലാവരും അടുത്ത് വിട്ടു. നാളെയാണ് ബർത്ത്ഡേ, നാളെ 30th ഹോളിഡേ. ഇപ്പൊ എന്ത് ചെയ്യാൻ? ടീച്ചേഴ്സിനൊക്കെ മുട്ടായി കൊടുത്തു. സെക്യൂരിറ്റി മാമനും കൂടെ മാത്രം കൊടുക്കാറുണ്ട്. ബാക്കി പിന്നെ എന്താ ഉള്ളേ? ബാക്കി എന്താ? ഇനി നാളെ കാണാം. എനിക്ക് this time birthday. Last day as being a teenager. I'll miss being a teenager. I love to say that I'm 19. I'm 20. I don't know. Yeah, guys. Yeah, big girl. Aunties. സെക്യൂരിറ്റിക്ക് മാത്രം മുട്ടായി കൊടുക്കാറുണ്ട്. ബാക്കി എല്ലാവർക്കും കൊടുക്കണ്ടേ? Let's go game. സെക്യൂരിറ്റി കാണുന്നു. എവിടെ പോയല്ലേ? സിനിമാറ്റിക് കാണുന്നു. എന്റെ ബർത്ത്ഡേ നാളെ. ബൈ മുത്തേ, അപ്പൊ നാളെ കാണാം. കലാപരിപാടി ഒരു 5 മണിക്ക്. ഗൈസ്, ഞാൻ ഓബായ് താമര എത്തി. ഇനി എനിക്ക് നാളെ ഫോട്ടോ ഇടാൻ വേണ്ടി ഇന്ന് ഫോട്ടോസ് എടുക്കും. അല്ലെങ്കിൽ എല്ലാ വർഷം ബർത്ത്ഡേക്ക് ഫോട്ടോ എടുത്തിട്ട് October 1 ബർത്ത്ഡേ എടുത്ത ആൾക്കാർ October 1 വിഷയം. അതുകൊണ്ട് ഇന്ന് 29th ഈവനിങ് ഓബായ് താമര ആയിരുന്നു. ഐ വിൽ ബി വെയറിംഗ് ദിസ് polka dot top. That's what I meant. See? ഈ ഡ്രസ് ചെയ്യണം. എന്നിട്ട് ഐ ഹാവ് ടു പുട്ട് മേക്കപ്പ്. കോളേജിൽ പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ മേക്കപ്പ് ഇടായിരുന്നു, പക്ഷെ ആ മേക്കപ്പ് ഒക്കെ ഫുൾ അലിഞ്ഞു പോകും. സോ ഐ നീഡ് ടു പുട്ട് മേക്കപ്പ്. എനിക്ക് ഈ കാര്യം ഫുൾ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടി ആന മേക്കപ്പ് റിമൂവ്. തലയുടെ മേളിലേക്ക് കുറച്ച് സ്പേസ് വേണം. കരകളെ മാറ്റുന്നു, 20 വെക്കുന്നു, കത്തിച്ചേർന്നു. ഒരു ആക്ഷൻ കാണിച്ചിട്ട് കൊടുക്കും. Rolling. Action. ചരിഞ്ഞിട്ടുണ്ടോ? ഓക്കെ. ഈ റോസാപ്പൂക്ക് മാറ്റാം. ഇതെടുക്ക്. ലുക്ക് നല്ലപോലെ എടുക്കാം വീഡിയോ. റോസ് മാറ്റുമ്പോ തന്നെ കേക്കിന്റെ ഭംഗി പോകും. റോസ് മാറ്റിയിട്ട് കഴിക്കാൻ പറ്റുമോ? ഇവിടെയൊക്കെ ഫുൾ ഉണ്ടല്ലേ. But it was very neatly
ഡെക്കറേറ്റഡ്. സോ എന്റെ കേക്ക് ചേട്ടാ അവിടെ അങ്ങനെ നിൽക്കുന്നു ബലൂണും പിടിച്ചുകൊണ്ട്. അമ്മു കയറി വന്നതായിരുന്നു. സൂപ്പർ. സോ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. ഐ ആം വെരി വെരി ഹാപ്പി. ഷൂട്ട് നല്ലപോലെ നടന്നത്. കുറച്ച് ടൈം കൂടുതലെടുത്തു, ബട്ട് വേണ്ട എല്ലാം എനിക്ക് കിട്ടി. ആദ്യം ഐ വാസ് വെരി ക്ലൂലെസ് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന്. പിന്നെ എന്തൊക്കെയോ ആംഗിളിലൊക്കെ പെട്ടെന്ന് നിന്ന് നല്ലപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അമ്മ ലവ് ദിസ് ഔട്ട്ഫിറ്റ് ഓഫ് മൈൻ. ഞാൻ ഇൻസ്റ്റാഗ്രാം റീറൺ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് മേടിച്ചതാണ്. ഇറ്റ്സ് നൈസ്. ഓസിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആണോ? ഓ താങ്ക് യു. Let's go. Come. കുറച്ച് ഫോൺ നോക്ക്. I'm still 19, okay? 19. Not a big deal. It's a big deal. I mean, it was a big deal. Now I'm like, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു? No, I want. Now we don't have any more teenagers at home. Omi is a baby. Now all are going to be in their 20s. Yeah. 11:59 guys. The New Year nu wait ചെയ്യണ പോലെ. ഇത് Time. Bye 19-year Hansu. No more teenager. Bye. 20s are better. No, teenage is better. Teenage. 1 more minute illa. No, I prefer to agree. Teenage. Oh, it's 12. Happy birthday to you. Happy birthday to വിളിക്കുന്നു പിള്ളേരൊക്കെ. Happy birthday, dear Hansu. Happy birthday to you. Oh, baby. Special That's me. wallpaper. Thank you, Mom. I got a call from Bharat bro. Happy They birthday. who are coming to wish you? Then one of them is coming. Happy birthday to my favorite aunt after Ahana. After Ishani. Thank you. Happy birthday. So ഞാൻ വിഷ് ചെയ്ത മറ്റേ മെറ്റേണിറ്റി വേറെ കിട്ടും ചെക്ക് Happy birthday. Thank you. Happy birthday. സൈഡ് കൂടെ ഉണ്ട് ഷേക്കാർ കൊടുക്കാം കറക്റ്റ് 12 മണിക്ക് എനിക്ക് 1 2 3 4 5 6 7 വിഷസ് കിട്ടി. ആ സൈഡ് വാ. Happy birthday. 20th. Bye to teenage. Bye to teenage. ജിഷയുടെ ഓഡിയോ ആണ്. birthday, Hansu. Happy birthday to you. Happy birthday, Hansu Kutti. Happy birthday, Motte. I love you. അയ്യോ നിമിഷിനെ വിളിച്ചു പറയാം. ഇന്ന് സഫീലാനിയുടെ മോൻ്റെ ബർത്ത്ഡേ ഈസ് ടേണിംഗ് 5. അപ്പോൾ എനിക്കുള്ള കയ്യിൽ കുറച്ച് സ്വീറ്റ്സും ഒരു കാർഡൊക്കെ പറ്റുമ്പോൾ ഉണ്ടാക്കി ഐ ഗോ ഗിവ് ഹർ നൗ. സോ ഞാൻ ഓമൈ സാമര പോവാണ്. ഇത് ഞാൻ ആക്ച്വലി അബുദാബി പോയപ്പോൾ മേടിച്ച് ഫുൾ ആൻഡ് വെയർ ഡ്രസ്സാണ്. ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇടാം. ഐ ഡോണ്ട് എക്സ്പെക്ട് ടു വെയർ ഇറ്റ് ടുഡേ. പക്ഷെ ഇട്ടപ്പോൾ ഹാനാസ് ലൈക്ക് ഇറ്റ്സ് വെരി നൈസ്. അപ്പോൾ അതിൻ്റെ കൂടെ ചേരുന്ന ഹെയർ സ്റ്റൈൽ ഇസ് ഡെഫിനറ്റ്ലി ഒരു ഹൈ ബൺ. പിന്നെ ഇത് അഫ്കോഴ്സ് ഇഷാനിയുടെ ഇയറിംഗ്സ് ആണ്. എന്തെങ്കിലും എന്റെ ചേച്ചിമാരുടെ കാണും എന്റെ ദേഹത്ത്. നത്തിങ്, ജസ്റ്റ് സം അപ്രീസിയേഷൻ. ഇഷാന്റെ ചെരുപ്പുണ്ട്. ഇഷാന്റെ ചെരുപ്പുണ്ട്. ഓ ഞാൻ ഗോൾഡ് ബ്രേസ്ലെറ്റ് ആവശ്യമില്ല. അപ്പോ അരവിന്ദ് ചേട്ടൻ ഫോട്ടോ എടുക്കാണ്ട് വരും. ഞാൻ മൊത്തത്തിൽ ലേറ്റ് ആയി. അപ്പൊ ഞാൻ എല്ലാ ഫ്രണ്ട്സിനും ഫോർവേഡ് ചെയ്ത് മെസ്സേജ്.
പക്ഷെ ഞാൻ മൊത്തത്തിൽ ലേറ്റ് ആയി, ഒരു ഹാഫ് ആൻ അവറിൽ കൂടുതൽ ലേറ്റ് ആയി. അങ്ങനെയല്ല, ഞാൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞ ടൈമിൽ നിന്ന് ലേറ്റ് ആയി. അപ്പൊ ഞാൻ എല്ലാ ഫ്രണ്ട്സിനും ഇങ്ങനെ നിങ്ങൾ എല്ലാരും ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞെത്തുമോ, ഡേ അല്ല ഈവനിങ് എന്നുവെച്ചാൽ എല്ലാരും വരും, വന്നിട്ട് സെറ്റിലായിട്ട് കേക്ക് കട്ട് ചെയ്യും, എന്നിട്ട് വിൽ ഈറ്റ് സംതിങ്, ഓർഡർ ചെയ്ത് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് വിൽ ഈറ്റ് സംതിങ്. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻ ആപ്പറ്റൈറ്റ് കുറവാ. താങ്ക് യു. ഞാൻ ആക്ച്വലി ഹൈലൈറ്റർ ഇട്ടു, പക്ഷെ ഹൈലൈറ്റർ മാഞ്ഞു ഇട്ടു. അയ്യോ ഞാൻ അധികം ഇട്ടില്ല. വൈ ഡിഡ് യു ആസ്ക് ഇട്ടോന്ന് തോന്നുന്നില്ലേ? ഞാൻ ചോദിച്ചത് അന്ന് മറന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാരും ഫുഡൊക്കെ കഴിച്ചു മീനിഫിക്കാൻ. പക്ഷെ അവിടെ ഇരുന്നോണ്ട് എന്തോ കളിക്കാൻ, അല്ലെങ്കിൽ ഇല്ല തിരിച്ചു വിളിച്ചില്ല, അല്ലെങ്കിൽ ഗിവ് സംബഡി സം ഡെയർ. നോക്കാം, ഗെയിം ഉണ്ടെന്ന് പറഞ്ഞാലേ പിള്ളേരൊക്കെ പറയാൻ വരത്തില്ല. സ്പോർട്ടിയോ? അങ്ങനെയൊക്കെ ചോദിച്ചാ ആക്ച്വലി ഐ തിങ്ക് ഓൾ മൈ ഫ്രണ്ട്സ് നന്നു ആ കാര്യത്തിലൊക്കെ ഇതാണ് സൈലൻസ് കില്ലർ, പാമ്പോയിരിക്കും. പക്ഷെ എന്തായാലും കോമ്പറ്റീഷൻ സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്ക് നന്നു സൈലന്റ് ആയിട്ട് ജയിക്കുമല്ല. അങ്ങനെ പിന്നെ ആരൊക്കെയാ? പിന്നെ ആക്ച്വലി എല്ലാരും ആ വൈബ്. ഞാൻ ആക്ച്വലി ഇവരെയൊക്കെ കാണണം. ഞാൻ ഇന്ന് മൊത്തത്തിൽ കുറച്ച് ഡള്ളായിരുന്നു, പക്ഷെ ഇപ്പൊ ഐ എം ഫൈൻ. രാവിലെ കുറച്ച് അനോയിഡ് ആയിരുന്നു, നൗ ഐ എം ഫൈൻ. ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഇറ്റ് ബി ഫൺ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫൺ ടൂറിലാണ് പോകുന്നത്. എന്റെ 18th ബർത്ത്ഡേ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓൺലി തിങ് ഇസ് കുറെ ആൾക്കാർ ചേഞ്ച് ആയിട്ടുണ്ട്, ബട്ട് ഫോർ ദ ഗുഡ്. സോ പീപ്പിൾ കുറച്ച് ചേഞ്ച് ഉണ്ട്. അത് പിന്നെ കോളേജിൽ പഠിച്ച ഈ ജനറേഷനിൽ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. കോളേജിൽ പഠിച്ചു ഈ ജനറേഷൻ ഈ കഴിഞ്ഞ ഒരു 2-3 years ആയിട്ട് ഗ്യാപ്പ് ഇല്ല. പക്ഷെ എന്നാലും നിങ്ങൾ കോവിഡിന്റെ മുമ്പ് ആ ഒരു ടൈമിലല്ലേ, പഴയ ഒരു കാലത്തെ ഡ്യൂറിംഗ് ആഫ്റ്റർ കോവിഡ് കോളേജ് ബാച്ചസ് ഇല്ലേ, അവർക്ക് മീനും മനസ്സിലാവും. ഇല്ല എന്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്കുള്ള പകുതി പിള്ളേരും ഉണ്ട്. സോ ഇറ്റ്സ് ഫൈൻ. അങ്ങനെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാ വർഷവും കോമൺ ആയിട്ടുള്ളവരാരാ? നന്നു, ജിഷ. നമ്മള് അതിൽ നിന്ന് നിനക്ക് മനസ്സിലാവേണ്ടത് എന്താണ്? ഫാമിലി ഈസ് എവറിഥിങ്. ഓക്കെ, 2 minutes. യൂഷ്വലി ഞാൻ ഫുൾ സ്ലീവ് ഐ ഡോണ്ട് ലുക്ക് ഗുഡ്, ബട്ട് എനിക്ക് ഞാൻ അധികം എന്നെ ഇങ്ങനെ കാണാറില്ല ഇങ്ങനെ ഫുൾ സ്ലീവ് ഹൈനെക്കിലും. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. എനിവേസ്, അപ്പൊ ഇന്നത്തെ കേക്കും റിസ്മ ചേച്ചിയാണ് ചെയ്തിരുന്നത്. ഈറ്റ് അല്ല. സോ ഇന്നലെ ഞാനായിരുന്നു പെട്ടെന്ന് പൈനാപ്പിൾ ഫ്ലേവർ പറയാം. പൈനാപ്പിൾ ഇഷാനി വാസ് ലൈക്ക് പൈനാപ്പിൾ പറഞ്ഞു ഫസ്റ്റ്. അങ്ങനെ കേൾക്കുമ്പോൾ ഐ ലൈക്ക് മറ്റേ ബ്രിട്ടാനിയുടെ ഒക്കെ കേക്കില്ലേ, സ്ട്രോബെറി, ടൂട്ടി ഫ്രൂട്ടി, പൈനാപ്പിൾ, ലെമൺ, ഇതൊക്കെ ഞാൻ കഴിക്കും. സോ ഐ ലൈക്ക് ഫ്രൂട്ട് കേക്ക്സ്. എന്നുവെച്ചാൽ ഫ്രൂട്ട് പീസിനെക്കാട്ടിലും ഐ ലവ് ദ ഫ്രൂട്ട് ഫ്ലേവർ. ഞാൻ പണ്ട് തൊട്ട് ചോക്ലേറ്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടം. പക്ഷെ ചോക്ലേറ്റിനെക്കാട്ടിലും ഇപ്പൊ ചോക്ലേറ്റ്സും അവിടെ ഇപ്പൊ ഒരു ലെമൺ കേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലെമൺ സീക്രട്ട് ആയിട്ട് പോയി ലെമൺ ഒക്കെ കഴിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ, മേ ബി ഇറ്റ്സ് ബിക്കോസ് ഐ ലവ് ഫ്രൂട്ട്സ്. പക്ഷെ ഫ്രൂട്ട്സിനും കേക്കിനും ഒരു ബന്ധമില്ല. ലൈക്ക് കേക്ക് മൊത്തത്തിൽ സ്വീറ്റ് ആണല്ലോ. അങ്ങനെയല്ല ബിത്തും, ദാറ്റ് ഈസ് കേക്ക് ആർട്ടിഫിഷ്യൽ സ്വീറ്റ് അല്ലേ ഉദ്ദേശിച്ചത്. എനിക്ക് ഫ്രൂട്ടിന് ബന്ധമുണ്ട്. ഓക്കെ, കുറച്ചുണ്ട്. അപ്പൊ എനിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടും കടയിലും അവിടെയൊക്കെ. അതുകൊണ്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ പൈനാപ്പിൾ. പൈനാപ്പിൾ പറഞ്ഞു ഇന്നലെ കഴിച്ചപ്പോ ഇറ്റ് വാസ് സോ നൈസ്. വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഐ വാസ് ലൈക്ക് ചേച്ചി ഇന്നത്തെ കേക്കും കൂടെ പൈനാപ്പിൾ ആക്കിക്കോ. ഞാൻ ഇപ്പോഴേ എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഇപ്പോഴേ പൈനാപ്പിൾ കേക്ക് പറഞ്ഞു. അത്ര ഫാനായി. സോ ഡിസൈൻ ഇന്ന് 2 ദിവസത്തെ സെയിം ആണ്. ഇന്നലെ ഞാൻ കാണിച്ച സെയിം വെരി സെയിം, വെരി സിമിലർ ഫ്ലവർ. കാരണം അത് മതി. എനിക്ക് വേറെ ഒന്നും പറയാൻ ഇപ്പൊ പറ്റുന്നില്ല. ഐ ജസ്റ്റ് ലൈക്ക് ദ റോസിന്റെ തിങ്. ഓക്കെ, താങ്ക് യു. എന്റെ ഒരു ഫ്രണ്ട് നേന വന്നു. അതിപ്പോ താങ്ക്സ്. ഹലോ, നിങ്ങൾ ഇവരെന്നെക്കാട്ടിലും കിടലായിട്ട് ഡ്രസ് ചെയ്ത് വന്നേക്കുന്നത് നോക്ക്.
Hello. Hi. Thank you. Happy birthday. Wow. അമ്മയൊക്കെ വരും. ഞാനേ വന്നു. And this is Hansu's decor for the day. Actually, we didn't plan a decor. It was only meant to be table decor. And we were supposed to sit there. പക്ഷേ സീക്രട്ട് ബോക്സ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ചെയ്തത്. ബട്ട് നമ്മൾ ഇപ്പോൾ അരമണിക്കൂർ മുമ്പാണ് ഇങ്ങോട്ട് വരാമെന്ന് ഡിസൈഡ് ചെയ്തത്. പക്ഷേ she actually Thank you, girl. Oh, you the Pinterest the same. like it's very simple and effortless, no? Oh, you. Oh my God. Naomi. What? Oh, cute. Dear Hansu, this is my very first birthday with you and my sweet sister Auntie. I may be tiny, but my hugs, cuddles, and baby giggles are all just for you. I love you so much, Hansu, with the tiniest snuggles. Oh, me. Achoo. ഓമി പറഞ്ഞ് എഴുതിപ്പിച്ചത്. ഓമി എഴുതിപ്പിച്ചതാ, മനസ്സിലായി. താങ്ക് യു. അതെ ചേട്ടാ. ഓ ഹായ്, നിങ്ങളൊക്കെ എപ്പോൾ എത്തി? എന്നാലും ഫൈനലി എല്ലാം വന്നു. താങ്ക് യു സോ മച്ച്. നാളെ വരായിരുന്നു. നന്നോളാം വണ്ടി കൊടുക്കും. അയ്യോ അമ്മ അങ്ങനെ പറയല്ലേ, നമുക്ക് നോക്കാം. വൈഫ് അനുസരിച്ച് നോക്കാം. സാധനം മാത്രം കുറച്ച് ലേറ്റ്, ബാക്കി എല്ലാവരും നമ്മളെല്ലാരും ഇവിടെ ഇരുന്നു. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. മൈ ലിപ്സ്റ്റിക് വാസ് സോ ഡാർക്ക്, ഐ ജസ്റ്റ് ചേഞ്ച്ഡ് ഇറ്റ്. സോ ഹൻസിക എന്റെ സീറ്റിൽ ഇരിക്കുന്നു.
20th ബർത്ത്ഡേ ഉണ്ട് ചെറിയൊരു സർപ്രൈസ്. 20th ബർത്ത്ഡേ ഉണ്ട്, 20 ഗിഫ്റ്റ്സ് ഉണ്ട്. അത് ഇവിടെ ചുറ്റും നമ്മൾ വെച്ചിട്ടുണ്ട്. അത് തപ്പടില്ല, നീ തന്നെ തപ്പണം. എവിടെ നിന്നൊക്കെ നീ തപ്പണം? അടുത്ത് പോയാൽ നമ്മൾ ഹോട്ട് എന്ന് പറയും, ദൂരെ പോയാൽ കോൾഡ് എന്ന് പറയും. ഗോൾഡ് പറയില്ല, ഗോൾഡ് പറയില്ല. പറയില്ല. അപ്പൊ അടുത്തെത്തിയ ഇത് ടേബിളുടെ കമ്പി. I see something there. തപ്പണം തപ്പണം. എടാ നീ ടേബിളിൽ സാധനം തള്ളിയിടല്ലേ? കോൾ കോൾ കോൾ. Open now. Okay. Lilith, pen. Oh, that's nice. Oh, ഭയങ്കരം. ഇതാരും തന്നതാ? Oh my god. Thank you. She drew it. അതൊന്നും എടുത്തോ. She drew it. Thank you. നിങ്ങൾ ഉടുപ്പിന്റെ അകത്ത് ഈ ടി വി നല്ല സ്ഥലമാണ്. ഓക്കെ മേലേക്ക് നോക്കോ. I like this. I like it. പിന്നെ പൊടിക്കണോ? ഒന്ന് കളക്ട് ചെയ്യാല്ലേ? ഓക്കെ, ഞാൻ കളക്ട് ചെയ്യാം. ഓക്കെ, പിടിച്ചോ. അപ്പൊ 2 2. വാവ്. കഴിയും. കണ്ണിന് പ്രശ്നമുണ്ട്. അല്ല 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 അവിടെ ഉണ്ട്. ഇതാണോ? BBG. ഓ, ഈ റെയിനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. BBG. I like it. അപ്പൊ 3. This? Yeah. Really are so cute. That's purple.
അപ്പൊ that is 3 അല്ല 4 okay 4 ഇനിയുണ്ട് ഇനി ഇനി വെളിയിലോട്ട് അതല്ല hot yeah house of thank you okay ഇത് എത്രാമത്തേടാ ഗൈസ് പുറത്തോട്ടോ പുറത്തോട്ട് ഇവിടെ കുറെ ഹോട്ടാണ് ഇവിടെ ഫുൾ ഇതൊന്നുമില്ല ഇവിടെ മൊത്തം ഇനി ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഹോട്ടൽ ഉണ്ട്. ആരത് അയ്യോ ഇതാരായിരിക്കും നല്ലത് അയ്യോ മാസ്റ്റർ ഇത് 7 അല്ലേ ഓക്കെ അപ്പൊ 7th on ഹോട്ടാണോ What is this? Eighth on ഇനിയുണ്ട് ഹോട്ടൽ ഇനിയുണ്ട് ഇങ്ങോട്ട് ഇനി അങ്ങോട്ട് നമുക്ക് പുറത്തോട്ട് പോവാം. പതുക്കെ പോണേ, ഹോട്ട് പറയാനുള്ള പതുക്കെ പോണല്ല. ഹോട്ട് അതെ അപ്പൊ ഇപ്പൊ 10 വാ നാലെന്നെ ഓക്കെ അപ്പൊ ഇത് oh my god ഓക്കെ ഇനി 11 12 11 വാ ഇനിയുണ്ട് പതുക്കെ പറഞ്ഞേ, പതുക്കെ. ഹോട്ട് ഹോട്ട് ഓക്കെ. ഇതാരാ താങ്ക് യു മൊത്തം ആരെങ്കിലും പിടിക്കോ 12 ആയി ഇനി oh my god I see something. Oh no. Wow. Who? Guess. Sing it again. I love it. Thank you, Mute. Come. Forward, va. Paya. Check. Hey guys, say hot or cold? വീഡിയോയിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? എല്ലാം ഉണ്ട്. ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഇതൊക്കെ. It's very ഇവിടെയൊക്കെ നോക്കാം കേട്ടോ. Bit hot. A bit hot. Hot. ആണോ? Oh my god. I love it. നിങ്ങളോ? ഓ താങ്ക് യു. കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട് സീൻ സാധനം. കാലം പിടിക്കോടെ. ഇപ്പൊ എത്രയായി കൗണ്ട് പോയി? 14 ആയി. 14. വാ. ഇതൊക്കെ നിങ്ങൾ എപ്പോഴാ വെച്ചേ? സമയം മുമ്പേ വെച്ച്. Come.
Bit slower. Yeah, bit slower. Hot or cold? Cold. It's cold now. Warm ഇപ്പോ. Something going to be cooked. Hot ആവും. Yeah. ഇനി കണ്ടു. Hot കണ്ടു. ആവും. Oh. What? Oh my god. What is this? What is this? Who is it? Joe. ജോയിന്റെ നേരത്തെ ഗിഫ്റ്റ്. ഓക്കേ, പോളി. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. Surprises. ഇനിയുണ്ട്. You are so close to തുടങ്ങിയ സമയത്ത്. തുടങ്ങിയ സമയത്തോട്ട്. I saw. അല്ല. Hot. നോക്കി പുള്ളേ. Check that. അയ്യോ ക്യൂട്ട്. എത്രയായി? 16. 16. Yeah, 16. Yeah. Hot. One more there. There. അപ്പൊ ഇനി 3 more. Yeah. ഇവിടെ തന്നെയാ. അല്ല, ഇനി two more. Two more. Now it's അല്ലേ? 79 അല്ലേ? Hot or cold? Cold. 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 Hot or cold? Cold. Hot. ഇതാരാ? പറയോ? കോമൺ. One more. എത്രയായി? 18. 99. Okay. 90. ഓക്കെ, ഏത് ബൊക്കെ? ആ ബൊക്കെ. ഇതാണ് 19. ഓക്കെ. 19th one. 19. ഇതിനകത്തേക്ക് കൊണ്ടുപോകാം. Yeah. ഞാൻ ഇതിനകത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ one last എവിടെ പോയാ? ബലൂൺ തറക്കണത് ആരുടെയാണോ? ക്യൂട്ടല്ലേ ഈ ബലൂണൊക്കെ പൊട്ടിക്കുന്നതാണ്. എല്ലാം കിട്ടി. എല്ലാം ആയി. മതി. കട്ട്. ഞാൻ കേക്ക് ട്രൈ ചെയ്യുവാണ്. കേക്ക് ഇസ് സോ ടേസ്റ്റി. ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, പുതിയതായിട്ട് ഇറങ്ങിയ പാട്ട് ഏതാ? എനിക്കിപ്പോഴാണ് കിട്ടിയത്. ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോ. ഒരു ഫൺ ഗെയിമാണ്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടാത്ത തരത്തിലുള്ള ഒരു ഗെയിമാണ്. അതായത് ഓരോരുത്തര് എണീറ്റ് നിന്നിട്ട് അവർക്ക് ഹൻസിക്കനെ പറ്റിയുള്ള ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ ഒരു ഫണ്ണി മെമ്മറി പറയണം. ഓക്കെ, ഫസ്റ്റ് നന്നു. ബിക്കോസ് നന്നു ഐ ഗസ് ഡാൻസ് ചെയ്യുന്ന നമ്മൾ ഒരുമിച്ച് ക്ലാസ് ഒക്കെ ബങ്ക് ചെയ്ത് ഡാൻസ് ചെയ്യാൻ പോകുന്ന എന്റെ ഫേവറേറ്റ്. നമ്മൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും എന്തായാലും. നല്ല രസം. സ്പെഷ്യലി എൻഡോറ പോയത് ഫസ്റ്റ് ഒക്കെ നമ്മൾ സംസാരിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ അപ്പൊ അൻസ് ഭയങ്കര ഇങ്ങനെ ഇൻട്രോവേർട്ടഡ് ആയിരുന്നു. ഇപ്പൊ ചൂടുകളോ?
കടത്തിലാണ്. 3, 2, 1, go. हसी रात हो न हो शायद तेरे सजनम में मुलाकात हो न हो ले जा दरे से മാസ് ഇട കാണാൻ ഫ്ലൈറ്റ് ഇറങ്ങി പറയണം. എന്തോ ചന്ദ്രൻ കല്യാണി പ്രിയദർശൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? ഒന്നും അറിയാൻ മതി. അല്ലെങ്കിൽ ഫണ്ണി. പ്രിപ്പയർ ചെയ്ത് പറയണത് ഞാൻ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടെങ്കിൽ എല്ലാം പ്രിപ്പയർഡ് ആയിട്ട് റാപ്പിഡ് ഫയർ ആയിപ്പോയി. സ്ട്രെസ് ഇനി ഉണ്ടാക്കി ഓക്കെ ഗ്യാപ്പ് തരാം. ചക്രവർത്തിനി നിനക്കോ ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാദുകം പുറത്തു വയ്ക്കണി നന്ന നിങ്ങളൊക്കെ ജെൻസി അല്ല, അത് കാരണം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പാടിയത് ഇതും ഓൾമോസ്റ്റ് 70s 80s പാട്ട്. നമ്മള് പറയണം ആ 70s നമ്മള് born in 90s. മൂത്ത സിസ്റ്റർ ഒറ്റ ഇതിനിടയ്ക്ക് ചിലപ്പോ ബോറടിക്കുന്ന കാര്യമാണെങ്കിൽ ഒരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ ദിവസം ഇപ്പൊ നമ്മുടെ ഈ പ്ലേറ്റ് കാണുന്നില്ലേ, ഇപ്പൊ ഈ പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴും നമ്മളെല്ലാവരും ഭാഗ്യമുള്ളവരാണ്. കാരണം എന്താ, ഞാൻ ഈ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ പലയിടത്തും പോകുമ്പോഴത്തേക്ക് ഭക്ഷണമില്ലാത്ത വ്യക്തമാണ്. ഒരു നേരം കഴിക്കുമ്പോഴത്തെ ചിലപ്പോൾ നമുക്ക് ബോറായിട്ട് തോന്നുമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇതിപ്പോൾ ഇന്ന് അലാക്കാത്തയാണ് തോന്നില്ല. നമ്മൾ ഓർഡർ ചെയ്ത പ്രശ്നം വരുന്നത് ഒരു വസ്തുക്കളിൽ പ്രത്യേകിച്ച് നമ്മുടെ ബുഫേ എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് കാണുന്ന അറിയാം, അവിടെ ചെന്ന് നമുക്ക് എല്ലാം എടുക്കാൻ തോന്നും. ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എടീ നിന്റെ പ്ലേറ്റ് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കുക, എന്നിട്ട് ഇടയ്ക്ക് വീണ്ടും എന്തിനും തരം കുറച്ചെടുക്കുക. അപ്പോൾ പോകുമ്പോൾ നടക്കുകയും ചെയ്യുന്നു ഫുഡ് എടുത്തതിന് ശേഷം. ഇറ്റ്സ് അഗെയിൻ നല്ലതാണ്. മറ്റേത് ഒരേ ഇരിപ്പിരുന്ന് കഴിക്കുക. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും എടുത്ത് നോക്കുക, ഫുഡ് ഈസ് എ ബ്ലെസ്സിങ്, ഇറ്റ്സ് എ വെരി പ്രഷ്യസ് തിങ്. പലർക്കും ലോകത്ത് ഭക്ഷണമില്ലാത്തത്, യുദ്ധം നടക്കുന്ന സ്ഥലത്ത്, യുദ്ധം നടക്കാത്ത സ്ഥലത്ത്, എല്ലായിടത്തും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ലൈഫിൽ വെച്ചേക്കുക. മറ്റൊരിടത്തും പറയുക ഫുഡ് വേസ്റ്റേജ്. അപ്പോൾ ഒരു കഷ്ണം അത് എടുക്കരുത്. നമ്മൾ ആവശ്യമുള്ള മാത്രം എടുക്കും. ഇതൊരു അഡ്വൈസ് ഒന്നുമല്ല. കാരണം നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചെന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് പോയി പലർക്കും പ്രശ്നമാണ്. നമ്മൾ പല ഹോട്ടൽസിന്റെ വെളിയിൽ നിന്ന് ആൾക്കാർ വേസ്റ്റായ ഭക്ഷണം എടുത്ത് കഴിക്കുന്നതാണ് നമ്മുടെ കണ്ണ് നടക്കുന്നത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്ട്രാ പൈസ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും വിളിച്ച് എവിടെയെങ്കിലും ഹോട്ടലിൽ നിൽക്കുമ്പോൾ വെളിയിൽ നിൽക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഫുഡ് വാങ്ങിച്ച് കൊടുത്തിട്ട് അങ്ങ് നടന്നു പോയത് അവരുടെ നന്ദി പോലും നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കരുത്. കാരണം നമ്മളെ ആരൊക്കെയോ സഹായിച്ചിട്ടാണ് നമുക്കിത് വരുന്നത്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ പേരൻസ് എത്ര ഉണ്ടാക്കുന്നുണ്ടെന്നും
അവർ ഫുഡ് തരുന്നത്. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞില്ല, ഭയങ്കര ബോറടിക്കും എങ്കിൽ പോലും എഗെയിൻ പറയും, ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന കർഷകരും എവിടെയോ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്, എന്നിട്ട് അത് അവിടെ നിന്ന് ആരോ വാങ്ങിച്ച് ലോറിയിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ കടയിൽ വന്നിട്ട് ആ ഭക്ഷണം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇവിടെ വരുന്നു. ഇവിടെ തന്നെ കുറേ പേര് വർക്ക് ചെയ്യുന്നത്. എപ്പോഴും ഓർക്കുക, ഭയങ്കര ലക്കിയാണ്, നമ്മുടെ ബ്ലസ്ഡാണ് നമ്മുടെ മുമ്പിൽ ഈ ഭക്ഷണം വരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് മനസ്സിലായാൽ മതി, പുറത്ത് കാണിച്ച് ഭയങ്കര പ്രയറൊന്നും കാണിക്കണം, മനസ്സിലെങ്കിലും അവരെ ഒന്ന് അവർക്കൊരു താങ്ക് യു പറഞ്ഞുകൊണ്ട് കഴിച്ചേക്ക്. നീ സംസാരിക്കില്ല. താങ്ക് യു. നിറയെ ടൈം കിട്ടി പ്രിപ്പയർ ചെയ്യാൻ. കുഞ്ഞില് ഫോർത്ത് സ്റ്റാൻഡേർഡ് used to give her gifts. ഇറേസേഴ്സ് ഒക്കെ തരുന്നു, ഡോറയുടെ 4ാം ക്ലാസ്സിൽ. ആക്ച്വലി ഷീ ഷുഡ് താങ്ക് മീ. കാരണം അറിയോ, ഈ സംസാരിച്ച ഗ്യാപ്പിൽ എനിക്ക് സോണലിന് ഒരു 8-9 വയസ്സ് തൊട്ട് പരിചയമുണ്ട്. അതാണ് നമ്മുടെ വീട്ടിലൊരു ഒരു സമയത്ത് മൊത്തം ഇറേസർ ആയിരുന്നു. അടുത്തത് അർജുനാണ്. ഒരു ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ. ഫുട്ബോൾ പ്ലെയർ. person in this room with maximum supply also, but now clear. ഇന്നിവിടെ കുറെ പേർക്ക് മെമ്മറി എനിക്ക് സുനിലിനെ പറ്റി പറയാനായിട്ട് നിങ്ങളുടെയൊക്കെ ഒരു പ്രൗഡ് സീനിയർ അല്ലേ? കോളേജിൽ പഠിച്ചിരുന്ന ഇത്രയും ഒരു ഉന്നത നിലയിൽ നിൽക്കുന്ന ഒരു സീനിയർ ഒരു നല്ല ചെയർ കൊടുക്കും. മറ്റൊരാളും കൂടെ ഉണ്ട്, സൂപ്പർ സീനിയർ. ഭയങ്കര അയ്യോ അറിയില്ലായിരുന്നല്ലേ നിങ്ങൾ ഈശാനി കോളേജിലായിരുന്നു. എനിക്കറിയില്ല. അല്ല, നമ്മള് 11th എപ്പോഴും നമ്മളൊരു മറ്റേ ഓൺ ട്രെയിൽ പോയപ്പോ ഞാൻ ഹൻസിനെ കൊണ്ട് കൂടെ വന്നായിരുന്നു. നമുക്കെല്ലാം ഓർമ്മയുണ്ട് കേട്ടോ, അത് കുഞ്ഞു മറന്നതാണ്. മോശം. ഹൻസുന് അന്ന് എനിക്ക് അന്ന് കണ്ട പോലെ തന്നെ നോ ചേഞ്ച് സ്വഭാവമാണ്. കാണാനാണോ ഞാൻ ഇൻസൾട്ട് ആയി? സ്വഭാവമല്ലേ സെയിം? ഇല്ല ഹൻസുന്റെ വൈബ് സെയിം. മെമ്മറി അല്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഹൻസു ഇമാനിസി വന്നിരിച്ച ഹൻസ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഹൻസിന്റെ പെട്ടെന്ന് സോണിനെ ജിഷ അല്ല ഹൻസിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ നല്ലൊരു സ്റ്റേജ് കാണുന്ന കോളേജിൽ പോയിട്ട്, അപ്പം എനിക്ക് അല്ലല്ല എനിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാ എനിക്ക് മെമ്മറി ഹൻസുമായിട്ട് എന്ത് മെമ്മറി, ഞാൻ ഹൻസ് വാങ്ങിയ നിനക്കുണ്ടോ മെമ്മറി? എന്നെ എപ്പോഴും കോണി അത് മെമ്മറി അല്ലല്ലോ. പണിക്ക് വരുമ്പോഴേ ഈ കുട്ടി എന്നെ കാര്യം അത് കൊണിന്ന് വിളിക്കുന്നത്. അതെന്റെ പെറ്റ് നെയിമാ. തന്നൊരു പേരെന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നത് കോൺശകൻ. ഞാൻ സ്നാപ്ചാറ്റ് ഫിൽറ്ററല്ലേ ബിഗ് മൗത്ത്, അങ്ങനെ ഞാൻ ക്യാരക്ടർ ക്രിയേറ്റ് കോൺശകൻ. കോൺശകൻ ബിക്കേം കോൺഷൈൻ, കോൺഷൈൻ ബിക്കേം കോൺഷി, കോൺഷി ബിക്കേം കോണി. അപ്പൊ ഈ കുട്ടിയുടെ കാര്യമായിട്ട് വിളിക്കും. സോ എന്റെ ഹേറ്റേഴ്സ് എന്ന് തുടങ്ങിയൊരു നെയിമാണത്. എവല്യൂഷൻ. ഭരത്തിനെ ഉണ്ട് ഒരുപാട് പറയാൻ. പറ ഭരത്തെ. മെമ്മറി ആയിട്ടൊന്നുമില്ല, ആദ്യമായിട്ട് പരിചയപ്പെടുന്ന തന്നെ ഓണത്തിന് വന്നിട്ട് ഒരു പ്രോഗ്രാമിംഗ് ചെയ്യണം, എനിക്ക് ഡാൻസ് അതാണ് എന്റെ അതായിരുന്നു ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പാട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ എന്റെ അടുത്ത് സീനിയേഴ്സ് ആരും ചോദിച്ചു ഡാൻസ് കളിക്കാമോ? അപ്പൊ ഞാൻ ഞാൻ പ്രിപ്പയർ ആയിട്ട് വന്നു. നോക്കിയപ്പോഴത്തേക്ക് ഓണം പരിപാടി തീരുകയാണ്. സീനിയേഴ്സ് എനിക്ക് ഡാൻസ് കളിക്കണം അങ്ങനെയൊക്കെ ആദ്യം വന്നത്. അങ്ങനെയാണ് ഈ കുട്ടീനെ ആദ്യം പരിചയപ്പെടുന്നത്. വീട്ടിൽ കളിക്കണം അങ്ങനെ കളിച്ചത്. ഇത്രേ ഉള്ളൂ മെമ്മറി. ഇത്രയും കാലം
മെമ്മറി ഓക്കെ എന്റെ ഇപ്പൊ ഭരത്തിന്റെ ജോലി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല Personal assistant. എന്റെ കൂടെ എപ്പോഴും പോയി assistant പോലെ വീഡിയോ ഒക്കെ എടുത്തരും ഭയങ്കര സഹായിക്കും വെരി ഗുഡ് ക്വാളിറ്റി. താങ്ക് യു. എപ്പോഴും ചെയ്യണമെന്നുണ്ട് അതാണ് ആദ്യമായിട്ട് ഹൻസിനെ പരിചയപ്പെട്ട ടിആർപോയില് ഡാൻസ് സ്റ്റുഡിയോ എങ്ങനെയാന്ന് വെച്ചാൽ സംസാരിച്ച് തുടങ്ങിയത് തന്നെ മറ്റേ സോങ് ഉണ്ടല്ലോ കൊറേ മീനിങ്സ് ഉള്ള ാണ് പ്രാക്ടീസിന് പോയത്. അപ്പൊ ഞാൻ ഹൻസിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞുതരോ. അപ്പം ആ വരി കൈകന്റെ മുത്തമ്മ അല്ല നിങ്ങൾ അത് പറയാനല്ല അതല്ലേ ഫസ്റ്റ് മെമ്മറി അല്ല അല്ല അവള് പറയട്ടെ മെമ്മറി പറയട്ടെ. പാട്ടിന്റെ ഒരു കാര്യം ആക്ച്വലി ആ പാട്ടും അവൾ ചെയ്ത സ്റ്റെപ്പ് ഭയങ്കര ഇതാണ് ഓക്കെ അപ്പൊ അതാണ് കാണാൻ പറ്റും. കുട്ടിയാണ് എന്നെ BBG കൊറേ ഉണ്ട് മെമ്മറീസ്. ഓക്കെ ഹൻസിക എന്ന് പറയുമ്പോ എപ്പോഴും എനിക്ക് ഓർമ്മ വരുമ്പോ ഞാൻ നടക്കുമ്പോ സൂക്ഷിച്ച് നടക്കാം. കാലടിയും ആട്ടിങ്ങാണ് എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ എന്തുകൊണ്ടെന്ന് പറയാം എന്റെ കാൽ ഫ്രാക്ചർ ആയിട്ട് കെയർലെസ് അല്ലാത്തോണ്ട് കെയറിങ് മമ്മ introduce henna baaki parayam. So we have Gifty ma'am. So she'll ask questions. ഒരു പോർഷൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ she'll ask questions. അപ്പൊ പെട്ടെന്ന് ക്ലാസ്സിൽ വന്നിട്ട് she'll be like ഇന്ന് ഇത് ഇത്രയും പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പൊ ചോദിക്കും എന്ന് പറയും. Hansika will start panicking like there's no tomorrow. Okay, yeah, So one day the snakes have hollows എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് ടെസ്റ്റ് ഇട്ടോണ്ടിരുന്നത്. Hansika didn't know which chapter it is. So she asked us പഠിപ്പിച്ചു തരുമോ. So ഒരു 10 minutes ഞാൻ പറഞ്ഞു കൊടുത്തു. It's about this girl called Poonyeli and she's poor and she's killing rats. അതാണ് ഫുൾ കഥ. 10 minutes 10 minutes ഫുൾ കഥ കേട്ടിട്ട് she's like അപ്പൊ ഈ പോങ്ങിയേലി ഒരു എലിയുടെ പേരാണോ? ഇവര് ആ കാറ്റഗറി ഇല്ല മറ്റേ ബോധം വരാത്ത കാറ്റഗറി ആയ അന്ന് ഇവര് തിരിച്ച് മരിച്ചായിരുന്നു. അത്രയ്ക്ക് കോമഡി ആയിരുന്നു. സമൂന്ന് വിളിക്കുന്നതാണ് പറയുന്നത്. ബ്ലോഗിൽ വന്ന ഹൻസു എന്റെ സഹോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോ വന്നിട്ട് സഹോ അതിഷ്ടമാണോ? ഭയങ്കര എന്നും വിളിക്കാം. സോണൽ എന്റെ 18th ബർത്ത്ഡേക്കുള്ളായിരുന്നു, 19th ഇല്ലായിരുന്നു, 20th Ahana just said Sonal looks cute. Morgan കാണിച്ചേ. And Sonal outfit നോക്കട്ടെ. K-pop ആണ്, K-pop outfit. അങ്ങനെ കാട്ടിപ്പം ഭയങ്കര K-pop outfit. Yes, നമുക്ക് പിക്ക് എടുക്കാം. പിക്ക് എടുത്തിട്ടേ പോകാനുള്ളേ. Okay, let me finish eating. I'm so happy. Like happy birthday Hansu Saho. താങ്ക് യു ഗൈസ്. നിങ്ങൾ എന്റെ മിക്ക പോസ്റ്റിലും ഇയാളുടെ കമന്റ് കാണാറുണ്ട്, സഹോ എന്നൊക്കെ പറഞ്ഞിടാറുണ്ട്. സോ അതാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്. ബൈ.
കളിക്കാം ഇവിടെ സോണ് ഡാൻസ് കളിക്കാൻ പോകണം. ഇവിടെ കുറെ ഫാൻസ് ഉണ്ട്. സോണ് കളിക്കാൻ പോകണം. ഓക്കെ, താങ്ക് യു. ഇനി ഇടണോ? ഒന്നും കൂടെ ഇടണോ? ഇട. സൂപ്പർ പാട്ടിട്ടോണ്ട് സംസാരിക്കാൻ പറ്റില്ല. നല്ല പടമല്ലേ? ഒരാള് പിടിക്കാവോ എനിക്ക് വേണ്ടി പ്ലീസ്? എന്താ പറയാ? എന്റെ കഴിഞ്ഞ 2 വർഷത്തെ ബർത്ത്ഡേക്ക് ഇല്ലാത്തൊരു കുട്ടി ഇന്നിവിടെ വന്നായിരുന്നു. എല്ലാരും ഡാൻസ് കണ്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഇംപ്രസ്ഡ്. നമ്മള് ഭയങ്കര ഫണ്ണായി. നമ്മുടെ ഈ ഗ്യാങ് അവസാനം കഴിഞ്ഞ ബർത്ത്ഡേ അത്ര ഫണ്ണായില്ല. നീ പോ എല്ലാ വർഷവും അത്ര ഗ്രാൻഡ് ആക്കി മനസ്സിലാവത്തില്ല. ഞാൻ അപ്പൊ വേറെ എന്താ പറയാ, ഈ ബലൂണിൽ ഭയങ്കര അടി കേട്ടോ എല്ലാവർക്കും. ഈ കൊച്ചിന് ഫുൾ എവിടത്തെ എല്ലാ ബലൂണും വേണം. കാണിക്കതാ എല്ലാ ബലൂണും വേണം റഹീനക്ക്. സോ എനിക്ക് എന്താ ഒരു അഡ്വൈസ് എന്താ തരാനുള്ളത്? ഇവിടെ ഇരിക്കുന്ന എല്ലാരും 20 ആവല്ലേ? ഓക്കെ ഓക്കെ, ഓക്കെ. വീട്ടിൽ പോ, സമയം പോവാ. ഓക്കെ ഗൈസ്, എൻ്റെ ലാസ്റ്റ് വൺ മോർ കേക്ക്. ഇത് മാൻഡേറ്ററി ആണ്. എന്ത് പറ്റി വിത്ത്? ഓക്കെ, മാത്യൂസ് കേക്ക് പെട്ടെന്നാവട്ടെ വിത്ത്. ഞാൻ മുമ്പ് എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം.
എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു ചേച്ചിക്ക് മെസ്സേജ് തരായിരുന്നു ലൈക്ക് എനിക്ക് മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പത്തേക്ക് ഓ മേറ്റ് വെൽക്കം ബാക്ക്. ഓക്കേ it's a double color OMG wow my favorite colors special for Odette's sister. happy birthday Hansu. എല്ലാരും ഞാൻ പൊട്ടിച്ചില്ല സിന്ധു. ഞാൻ പൂച്ചില്ലല്ലോ മുത്തേ. യെസ് അത് പൊക്കുമ്പോ ബർത്ത്ഡേ അതെല്ലാരും അല്ലമ്മ ഞാൻ പൂച്ചിച്ചോ ഇല്ലയോ? ഇല്ല. ഞാൻ പൊട്ടിച്ചോ ഇല്ലേ? അതെ യെസ് കേക്ക് സോ ക്യൂട്ട്. ഹൻസു അതെല്ലാം പോട്ടെ. നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീടെത്തിയിട്ട് നമ്മുടെ മാൻഡേറ്ററി കേക്കാണ് മാത്യൂസ് കേക്ക് വെച്ച് നമ്മളെല്ലാരും ഒന്നും കൂടെ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. ക്യൂട്ട് ഡ്രസ്സിംഗ്, തലയിലൊരു റോസ്. വീട്ടിലൊരു കിടക്കാൻ പോകാൻ സമയം പക്ഷേ എന്തായാലും ഇപ്പൊ തീർന്നില്ല. Last outfit. ഒരു മണിക്കൂറും കൂടെ ഉണ്ട്. Last outfit. ലാസ്റ്റ് ഔട്ട്ഫിറ്റ് തന്നെ. ആൻഡ് ഇത് ഫ്രണ്ട്സ് കൊടുത്ത ബൊക്കെയാണ്. ചെറിയൊരു റോസ്റ്റർ വെച്ചിട്ടുള്ളൂ. So Hansu, how was your 20th birthday? How was your day? It was wonderful. It was actually very nice. എനിക്ക് എല്ലാരെയും ഇന്ന് അറിയിച്ചു ഐ ലവ് സർപ്രൈസസ്. പിന്നെ എന്തെങ്കിലും കുഞ്ഞു തരം സർപ്രൈസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 20 ഗിഫ്റ്റ് ഒളിച്ചു വെച്ചിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് പോലും നേരത്തെ കണ്ടിരുന്നില്ല. എല്ലാ കാട്ടിന്റെ ഒക്കെ ഇടയിലൊക്കെ കൊണ്ടുവച്ച് വെരി സ്വീറ്റ്. നിന്റെ ഏത് ഫ്രണ്ടാണോ റെഡിയാക്കിയത്? അറിയില്ല ആരുടെ ഐഡിയ ആയിരുന്നുണ്ടോ അറിയത്തില്ല. ആണാണ്. അപ്പൊ നമുക്ക് ഈ ക്യൂട്ട് കേക്ക് നോക്കി മാത്യൂസ് കേക്കിന്റെ ക്ലോസ് ഫോട്ടോ കാണിച്ചേ. നീ ഇപ്പഴേ കഴിഞ്ഞു കണ്ടെന്നറിയോ? എന്റെ കാര്യം അറിയോ? ഇതുവരെ ഈ വീട്ടില് സ്റ്റാർ വാസ് യു. യു ആർ ദി യങ്ങസ്റ്റ്. ഇപ്പൊ ആരാണ് ഇനിയത്തെ സ്റ്റാർ? ഞാൻ ബൊക്കെ പിടിക്കുന്നവർ അന്യയുടെ ബൊക്കെ പിടിച്ചു. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? ഹാപ്പി ബർത്ത്ഡേ പാടുവാണോ? Last time. Okay. Happy birthday to you. Happy birthday to you. Happy birthday dear Hansu. Happy birthday to you. Happy birthday mommy. Mommy. അതേപോലെ കളർ ഡ്രസ് ഇട്ട്. Who wants cake? You? Who else wants cake? Dad. Only wants cake. അവൻ ഒരു ഒരു പത്തായി കേക്ക്. മമ്മി ഇത്ര കേക്ക് വേണ്ടല്ലോ ചോടല്ലേ? ചോറ് കഴിക്കുന്ന പോലെ ചോറ് പൊടിഞ്ഞു പോയി. ഞാൻ ടിക്ടാക്ക് കഴിക്കുന്ന പോലെ ചെത്തോള് കഴിക്കുന്ന പോലെ എന്റെ ഇന്നത്തെ ഏജിന്റെ പ്രത്യേകത പറയുമ്പോ ഞാൻ 20 അപ്പൊ നെക്സ്റ്റ് 13 days നമ്മൾ 4 പേര് ഇന്ന് 20s ആണ്. ബിക്കോസ് അവിടെ എത്തില്ല പതുക്കെ. ഇപ്പൊ ഞാൻ 20, ഞാൻ 24, ഓസി 27, അമ്മു 29, എഡ്ജ് ഓഫ് 29. അങ്ങനെ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ യാ. പക്ഷെ 13 days കഴിഞ്ഞാൽ ആളുടെ ബർത്ത്ഡേ അപ്പൊ ശരി 30. അപ്പൊ വീണ്ടും നമ്മള് 3 പേര് 20, ഒരാള് ഇതായിപ്പോ. അങ്ങനെ അങ്ങനെയല്ല സ്മോൾ ഏജ് അങ്ങനെ. കാരണം പണ്ട് എനിക്ക് 10 വയസ്സായപ്പോഴായിരുന്നു നമ്മളെല്ലാരും 10, 15 ആ ഒരു ഏജിലായിരുന്നു. കാരണം അതുവരെ I was 9. അപ്പൊ നിങ്ങൾ എല്ലാരും 15, 17, 18. എല്ലാവരുടെയും സ്റ്റാർ. അതെ അതെ. എല്ലാവരുടെയും ബർത്ത്ഡേ കേക്കില് ബർത്ത്ഡേ അവർ ബേബി ഈസ് റെസ്റ്റിംഗ് ഹിയർ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞു. ഇറ്റ്സ് 11. ഞാൻ 1 മണിക്കൂറും കൂടെ ഇന്നത്തെ ബർത്ത്ഡേ ഉണ്ട്. But yeah, that's it. I'm very happy. Thank you. ഈ ഉടുപ്പ് ഇഷ്ടപ്പെട്ട ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചിയോ? സന എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയുടെ ഡ്രസ് ഷോപ്പിന്റെ പേര് ഹയ കുട്ടിയോളോ. നിങ്ങൾ എന്തുവാ
ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കും ഇവര് സൈഡ് ജോക്ക് പറയും. ഹൻസിക്ക് കഴിഞ്ഞ് പറഞ്ഞു പിന്നെ പറഞ്ഞിട്ടാണ് ഇവരേതോ മിസ് വേൾഡ് ജയിച്ചിട്ട് പോകുന്ന പോലെ കൂടെ ബൗൺസേഴ്സ്. എനിക്കും ഓക്കെ അപ്പൊ എന്റെ ഞാൻ മിക്ക ബൗൺസർ കൊള്ളാം. മിസ് ഇന്ത്യ മിസ് കേരള. ഞാൻ അതിന്റെ അമ്മ ജാടയില്ലാത്ത താരം മാതാവിന് ലൈഫ് കൊടുക്കുമോ? ജാടയില്ലാത്ത അമ്മ അല്ലേ? ജാടയില്ലാത്ത മകൾക്കും അമ്മയ്ക്കും ലൈഫ് കൊടുക്കുമോ? നമ്മുടെയൊക്കെ ഫോട്ടോസ് ഇങ്ങനെ എടുത്താ ഇങ്ങനെ ഇതും ചില ഗ്രൂപ്പ്സ് നമുക്ക് ചീത്ത കിട്ടാൻ വേണ്ടി. പാവല്ലേ നമ്മളെ വീട്ടിൽ ഫോൺ ഉപയോഗിച്ചോണ്ടിരിക്കുവായിരിക്കും. ഹൻസിക കൃഷ്ണ എന്ത് സിമ്പിൾ ആണല്ലേ. അങ്ങനെയൊക്കെ അപ്പൊ ഹൻസിക കൃഷ്ണ പാവം പോലെ കുപ്പി തുറന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടോ? അപ്പൊ ആൾക്കാർ പറയാം ഇന്ത്യ ഇയാൾക്ക് മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അഹാന കൃഷ്ണയുടെ പുതിയ ഫോൺ കണ്ടു. എന്ത് ചെയ്യാൻ അപ്പൊ എനിക്ക് ഈ ഡ്രസ്സിൽ ആക്ച്വലി റോസസ് വെച്ച് കുറച്ച് പോകണം. അപ്പൊ ഞാൻ വേറെ ദിവസം കാര്യമായിട്ട് ഈ ഡ്രസ്സിൽ പിക്കൊക്കെ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാം. ഇന്നിപ്പോ രാത്രി ഇട്ടത് ക്യൂട്ടല്ലേ? ഇറ്റ് വാസ് ലൈക്ക് റോസ് പോലെ. കുറച്ചു നേരമായിട്ട് നമുക്ക് ഈ വീഡിയോ എടുത്തു തരുന്നത് ആരാണെന്ന് കാണിച്ചു തരാം. ഹരിയോം. സൂപ്പർ അല്ലേ? സൂപ്പർ. ഞാൻ ഹരിയോം മ്യൂട്ട് ആയി പോയത്. ഞാൻ കഴിഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് മ്യൂട്ടാ. അപ്പൊ ഞാൻ സൗണ്ട് കൂട്ടുമ്പോ സൗണ്ട് കൂടണം. 3, 2, 1. പണ്ട് നമ്മള് ഗെയിം കളിക്കത്തില്ലത്. അപ്പൊ വ്ളോഗ് എന്ത് വല്ല പരിപാടി ഉണ്ടോ? എല്ലാരും എന്താ? എനിക്ക് പോയിട്ട് വരെ പണിയുള്ളതാ. കളിക്കാൻ പോകാൻ കേറിയപ്പോഴാണ് വിളിച്ചത്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. I love it because thank you to my family and my friends. എല്ലാരും നല്ല ഹാപ്പി ആക്കി എന്നെ. അവാർഡ് കിട്ടി എനിക്ക് ഇങ്ങനെയൊക്കെ പറയാം. അവാർഡ് കിട്ടി. താങ്ക് യു മൈ ഫാമിലി. താങ്ക് യു. നോ ഗൈസ്, ശരിക്കും പറയാം. ശരിക്കും ഇറ്റ് വാസ് ലൈക്ക് ഇന്ന് രാവിലെ I was very sad എന്തൊക്കെയൊക്കെ കാരണം. പക്ഷെ I was like അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇന്നത്തെ ഈവനിങ് വാസ് സോ ഫൺ. ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് കുറെ എക്സ്പെക്ടേഷൻസ് ലോസ് ആവുന്നത്. നൈന, സഹോ, സോണൽ, all your favorite people. എല്ലാ ഫ്രണ്ട്സും പറഞ്ഞു. സോ ഓൾ മൈ ഫ്രണ്ട്സ്. കാരണം എന്താ ഇന്ന് അവധിയാ, ഇന്ന് പൂജ വെപ്പ. സോ എല്ലാവർക്കും ആണ്. അങ്ങനെയല്ല, സാറ്റർഡേ സൺഡേ ഉള്ളപ്പോ. സോ എനിവേസ് ഐ എം വെരി ഹാപ്പി. ഇനി നാളെയും കോളേജ് ഇല്ല. സോ അതിന്റെ സന്തോഷത്തിൽ എനിക്ക് കിടന്നുറങ്ങാം. പൂജ ഹോളിഡേസ് ആയിരുന്നു നാളെ. പിന്നെ ഗാന്ധി ജയന്തി. ഫ്രൈഡേ അവധിയാ. ഇനി മൺഡേ പോയാൽ മതി. പക്ഷെ മൺഡേ എന്തോ എക്സാം. എനിക്ക് പഠിക്കണം, ഉറങ്ങാൻ പറ്റൂല. പഠിച്ച വേഗം പോയി പഠിച്ചു. Okay guys, bye bye. Thank you. Happy birthday to me. Happy birthday to me and Omi. ഓരോ ആൾക്കാരുടെ ബർത്ത്ഡേക്ക് നോമിയുടെയും ബർത്ത്ഡേ. കാരണം ഇഷാനി പണ്ട് അങ്ങനെ ഒരു പൊട്ട പരിപാടി ചെയ്യാറുണ്ടായിരുന്നു. അമ്മൂന്റെ ഇഷാനി ഓസിയുടെ അമ്മൂന്റെ ഒക്കെ ബർത്ത്ഡേക്ക് ഇഷാനി കളർ ഡ്രസ് മുട്ടായി കൊണ്ട് സ്കൂളിൽ പോകും. മുട്ടായി അല്ലെങ്കിൽ മറ്റേ ചില പിള്ളേർ അവരുടെ സിബ്ലിംഗ്സിന്റെ ബർത്ത്ഡേ കൊണ്ട്. പക്ഷെ കളർ ഡ്രസ് വിട്ട് മുട്ടായി അത്രയ്ക്ക് തൊലി ഇവക്ക് മാത്രമേ. ആ ഹോളി ഏഞ്ചൽസിൽ പണിഷ് ചെയ്യുമായിരുന്നു. ഞാനിങ്ങനെ ഇല്ല, അത് കളർസ് ഇട്ടുകൊണ്ട് പോയോണ്ടല്ലോ. പക്ഷെ ഐ സ്റ്റിൽ റിമെമ്പർ LKG ഞാൻ ഒരു ഗ്രീൻ ഫ്രോക്ക് ഇല്ലായിരുന്നു, കസവുള്ള. അത് ഇട്ടുകൊണ്ട് പോയി. ഐ തിങ്ക് ഫോർ അമ്മൂന്റെ ബർത്ത്ഡേ. അന്ന് ഞാൻ എന്തോ ഹോംവർക്ക് എന്തോ ചെയ്യാത്ത ഒരു ടീച്ചറിന്റെ ടേബിളിൽ നിന്ന് കരഞ്ഞ് ഹോംവർക്ക് ചെയ്തു. അല്ല ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മയ്ക്ക് ഇച്ചിരി ഇഷ്യൂ ഉള്ളൊരു കൊച്ചാണ് കളർ ഡ്രസ് ഇട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പണിഷ്മെന്റ് കിട്ടും. ഏ ടീച്ചറെ പണിഷ്മെന്റ് തന്നെ? ടീച്ചറാണ് മൈ ക്ലാസ്. പക്ഷെ മീൻ ടീച്ചർ നിന്നെ എപ്പോഴും എടുത്തോണ്ട് കഴിച്ചോടാ. മീൻ ടീച്ചർ ആണോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല. ഞാൻ കരഞ്ഞു. പക്ഷെ വഴക്ക് പറയാതെ ഞാനാണെങ്കിൽ നല്ല വഴക്ക് പറയാം. ഐ തിങ്ക് it's epic. No, you should wear school uniform. Only on your birthday you can wear color dress. No, അവള് കരയും. അപ്പൊ ഇഷാനിക്ക് മാത്രം കൊമ്പുണ്ട്. ആക്ച്വലി എനിക്ക് കൊമ്പുണ്ട്. ഇപ്പഴല്ല, പണ്ട്. അവിടെ ഡയലോഗ് വന്നു. എന്താ പറയുക? സർജറി ചെയ്ത് മാറ്റിയത്. ആ കൊമ്പ് മാറ്റിയതാ, പ്ലാസ്റ്റിക് സർജറി. ഈ ബൊക്കെയാണ് ഷോട്ട്. ഓക്കെ, അപ്പൊ ശരി, എന്റെ കൈ വേനിക്കുന്നു. ഒന്ന് ചാനൽ ക്ലോസ് ചെയ്തെങ്കിൽ നമുക്ക് പോകാം. എനിക്ക് ലൈഫ് കിട്ടിയിട്ടില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. സൂപ്പർ കേട്ടോ. ആരാ തന്നെ? ഇത് വിഷ്ണു. വിഷ്ണു ഡാൻസ് കളിച്ച കുട്ടി, എന്റെ കൂടെ തെറ്റുപച്ച ഡാൻസ് കളിച്ച കുട്ടി. ഇന്ന് വന്ന ആ കുട്ടിയാണോ നിന്റെ കൂടെ ഡാൻസ് കളിച്ചേ? എനിക്ക് മനസ്സിലായി, എനിക്ക് അവസാനം മനസ്സിലായ. ഓ, അപ്പൊ അവൻ
തെറ്റിച്ച് മാത്രമേ കളിക്കത്തുള്ളൂ, നല്ലപോലെ കളിക്കോ? കറക്റ്റ് ആയിട്ട് കളിച്ചില്ലേ? ആണോ? ഓ, അവ അന്ന് അതിന് കോമഡി കാണിച്ചാണല്ലേ? അല്ല, അന്ന് ശരിക്കും തെറ്റിപ്പോയതാ. പക്ഷെ അതാണ് ഫണ്ണായത്. ആമസോൺ രക്ഷപ്പെട്ട. ശരി, അപ്പൊ ഞാൻ പോയാണ്. ബൈ ബൈ. ഇഷ്ടപ്പെട്ടേ കമ്മൽ? ആ, കൊള്ളാം കേട്ടാ. ഇവിടെ ഓബൈ ഓസി ഇരിക്കുമ്പോ നീ എന്തിനാ ആമസോൺ എന്നൊക്കെ ഓർഡർ ചെയ്യണേ? അല്ല, ഇങ്ങനെ തോബൈ ഓസി അയ്യോ, ഇതൊന്ന് വെക്ക് ഓസി. കൊള്ളാം ഓസി. ഓക്സിഡൈസ് അല്ലേ? ഇറ്റ് ലുക്സ് നൈസ് കേട്ടാ. ഐ മീൻ ഓക്സിഡൈസ് ഇസ് നൈസ്. ഒരു ചെറിയ സെറ്റ് വെക്ക് ഓക്സിഡൈസ്. അല്ല, കുറച്ച് വെക്കേ. കാരണം ചില സാരിക്കൊക്കെ നമുക്ക് അത് ശരിക്കും വേണം, അതിന്റെ ഫുള്ള് മാലയും വളയും ഒക്കെ. Okay, so thank you. We are done for the day.